ആ പപ്പമ്പുര നമ്മളെ വീടിൻ്റെ അടുത്താ. ജസ്റ്റ് ആ ഇത് തന്നെയാ ഈ വീട്. ഒരുപാട് ഫിലിമുകൾ നമ്മൾ വടക്കുന്നാഥൻ, അങ്ങനെ ഒട്ടേറെ മലയാള സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ച നമ്മുടെ മാടായിപ്പാറ. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനുള്ളത് നമ്മുടെ മാടായിപ്പാറയിലാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ഞാനുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വ്യക്തിയുടെ വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ ഒത്തിരി മലയാള സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തം നമ്മുടെ ബാബു അന്നൂർ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. എല്ലാവർക്കും അറിയാം, നമ്മുടെ ജയസൂര്യ ചേട്ടൻ നായകനായ വെള്ളം സിനിമയിൽ ജയസൂര്യ ചേട്ടൻ്റെ അച്ഛനായിട്ട് വേഷമിട്ട നമ്മുടെ ബാബു അന്നൂർ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. അപ്പോൾ ആ പൂമയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങ് പോവാം. ഞാൻ ഈ പോകുമ്പോൾ കുറച്ച് മാടായിപ്പാറയിലെ വിശേഷങ്ങൾ കുറച്ചൊന്ന് കാണിച്ചിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് കുത്തി പിടിച്ചേട്ടോ. ആ ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ വിടുന്ന വീഡിയോ എല്ലാവരും കാണാൻ പറ്റുള്ളൂ, എല്ലാവരിലേക്ക് എത്തുകയുള്ളൂ, കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്ക് അങ്ങ് പോവാം. നമുക്ക് ചെറിയത് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ആളുണ്ടെങ്കിൽ ആളെ കാണുകയും ചെയ്യാം. ആളില്ലെങ്കിൽ നമുക്ക് വീടും പരിസരമൊക്കെ കണ്ടിട്ട് വരാം. അതേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ആളുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഞാൻ പരമാവധി ആൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആളുണ്ടെങ്കിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ നമുക്ക് ആ വീടും പരിസരമൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചു വരാം. അപ്പോൾ ആ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് പോവാം. ഓക്കേ, ഇതാണ് നമ്മുടെ മാടായിപ്പാറ. ഒരുപാട് ഫിലിമുകൾ നമ്മൾ വടക്കുന്നാഥൻ, അങ്ങനെ ഒട്ടേറെ മലയാള സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ച നമ്മുടെ മാടായിപ്പാറ. എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ, വളരെ രസമുള്ള കാഴ്ചയാണ് ഇവിടെ. ഞാൻ ഇപ്പം രാവിലെയാണ് വന്നത്. വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടി നല്ല സീനറിയും കാര്യങ്ങളൊക്കെയാണ് കിട്ടുക. ഇപ്പം നല്ലൊരു പൂക്കളൊക്കെ, നല്ലൊരു ഇതെല്ലാം വിരിച്ചിട്ടുണ്ട്. വൈകുന്നേരം കാണാൻ ഭയങ്കര രസമുണ്ടാവും. കാണാൻ പറ്റുമോ എന്നറിയാം. നല്ല അടിപൊളി നമ്മൾ നടക്കുന്ന ഏരിയയിലൊക്കെ എന്തൊരു രസമാണ്. ഇങ്ങനെയാണ് അതിൻ്റെ പൂക്കൾ വിരിച്ചതാണ്. എപ്പോഴും ഉണ്ടാകാത്തതുകൊണ്ട് നമുക്ക് ഈ ടൈം കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഭംഗിയായി തോന്നും. നല്ല രസമാണ് കാണാൻ. എല്ലാവരും വൈകുന്നേരങ്ങൾ വന്ന് ഫോട്ടോ എടുക്കാറൊക്കെ ഉണ്ട്. വൈകുന്നേരം നല്ല വൈകുന്നേരത്തൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ്. ഒത്തിരി മലയാള സിനിമകൾ ഉണ്ട് ഈ ഒരു പ്രദേശത്ത് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഉണ്ട്. മലയാളത്തിൽ കുറേ പടങ്ങളിൽ ഷൂട്ട് ചെയ്ത ഒരു ഏരിയ ആണ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് പോകുമ്പോഴുള്ള ചെറിയൊരു കാഴ്ചയാണ്. നമുക്ക് ചെറിയൊരു കാഴ്ച കാണിച്ചു കഴിഞ്ഞു നമ്മൾ പോകുന്ന ആ ഒരു ഇതിലേക്ക് നമുക്ക് പോകും. ഇത് അടുത്തിടെ നമുക്ക് വഴിയറിയില്ല, ഒന്ന് നോക്കാം, ചോദിച്ചു നോക്കാം. ഇവിടെ അടുത്തിടെയെന്ന് പറഞ്ഞത് 500 എന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഏട്ടൻ്റെ പേരെന്നാ? രവീന്ദ്രൻ. ഇവിടുത്തെ സ്ഥലം അല്ലേ? അപ്പോൾ നമ്മളെ ബാബുവേട്ടൻ്റെ വീട് അറിയാം? അതെ അതെ, ബാബുവേട്ടൻ്റെ വീട് ഒന്ന് ജസ്റ്റ് കാണിച്ചു. ഇതിൻ്റെ അടുത്തെന്നാ പറഞ്ഞത്. ഒന്ന് ജസ്റ്റ് ഇത് ഏതാ വീട്? ആ ഇത് തന്നെയാ ഈ വീടാ? ഈ വീടല്ലേ? ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടെ വരുവാ. ഒന്ന് കൂടെ ആ പപ്പമ്പുര നമ്മളെ വീടിൻ്റെ അടുത്താ. ജസ്റ്റ് വിനോദ് പെട്ടോ. ആ ഞാൻ അറിയാം, അതുകൊണ്ട് ഇങ്ങോട്ട് ചോദിച്ചു വന്നേ.
അപ്പോൾ ഞാൻ ബാബുവേട്ടൻ്റെ വീട്ടിൽ പോയി ബാബുവേട്ടനെ കണ്ട് സംസാരിച്ച് ബാബുവേട്ടൻ ഇപ്പം പിന്നെ വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞേ. ഇപ്പം എന്തെല്ലോ ആവശ്യം പെട്ടെന്നുള്ളൊരു ആവശ്യത്തിന് എറണാകുളം പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇപ്പം നിൽക്കാൻ കഴിയില്ല, പിന്നെ ഒരു ദിവസം ആവാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കതിൽ കണ്ടുമല്ലോ, കണ്ടു തന്നെ വളരെ സന്തോഷം. ആളുകൾ സംസാരിക്കാനും പറ്റി, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റി, പക്ഷേ വീഡിയോയിൽ ഇപ്പോൾ നിൽക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീടും ആളെല്ലാം കണ്ടു, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് കുത്തി പൊടിച്ചേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ഒക്കെ കാത്തിരിക്കുമ്പോഴേക്കും ഓക്കെ ബൈ ബൈ.